Good morning, respected cardamom planters. ഇപ്പോൾ ഭയങ്കര ചൂട് കിട്ടിയിട്ട് ഇപ്പോൾ നല്ല മഴയും നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ശ്രദ്ധിക്ക വേണ്ടിയ വിഷയം, അപ്പോൾ ഈ ചൂട് സമയത്ത് ഈ നെമറ്റോഡ് വേര് അഫക്റ്റ് ആക്കുന്ന ഈ നെമറ്റോഡ് റീപ്രൊഡക്ഷൻ ജാസ്തിയായിരിക്കും ആ ചൂട് സമയത്ത്. ഇപ്പോൾ അതുകൊണ്ട് അത് ഇടുന്ന ആ മുട്ട, നെമറ്റോഡിൻ്റെ മുട്ട ഈ മഴ ആദ്യം പൊളിയുമ്പോൾ പട്ടിന് കൂടുതൽ വിരിയും. മുട്ട വന്നിട്ട് കേടില്ലാതെ വിരിയും. കൂടുതൽ നെമറ്റോഡ് മണ്ണിലെ ഫാമാകുന്ന സമയന്താ இந்த പുതുമഴ കിട്ടിയ ഈ മെയ് പകുതി തൊട്ട് നമുക്ക് ഇപ്പോൾ മണ്ണിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യ വേണ്ടിയ ട്രീറ്റ്മെൻറ്റ്, ഈ നെമറ്റോഡ് കൺട്രോൾ ആക്കുന്ന ആദ്യം ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇരിക്കണം. അതോടെ ഈ വേർപുഴു, ഈ വർഷം കൂടുതൽ വേർപുഴുடைய വണ്ട് നമുക്ക് കൂടുതൽ സമ്മറിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ മുട്ടയും കൂടെ ഇപ്പോൾ നമുക്ക് വേർപുഴുവാക ചാൻസസും ഉണ്ട്. പിന്നെ വേര് മാന്തി നോക്കി അറിയും നമുക്ക് കൂടുതൽ മീലി ബഗ് ഉണ്ട്. നല്ല വേര് ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിൻ്റെ കാരണം ഈ നെമറ്റോഡ് അറ്റാക്ക്. സോ ഈ പുതുമഴ കിട്ടിയാലും കൂടെ നമുക്ക് സറം പൊട്ടിച്ച് വരുന്നത് കൂടുതൽ നടക്കാതെ ചില ഫീൽഡിൽ പല ഫീൽഡ് കാണും. സറത്തിൻ്റെ ലെങ്ത് ഇല്ല, അങ്ങനെ സിമ്പക്ക് കരുത്തില്ല. അതുപോലെ റീസൺ വന്നിട്ട് നമുക്ക് നെമറ്റോഡിൻ്റെ അറ്റാക്ക്. സോ ഈ നെമറ്റോഡ് നമുക്ക് കൺട്രോൾ ചെയ്യണം. അതിൻ്റെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നോട് ഫീൽഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ കൂടെ என்னுடைய കൺസൾട്ടിങ് ഒരു 3000 ഏക്കറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അടിപൊളി റിസൾട്ടായിരുന്നു. என்னுடைய കൺസൾട്ടൻ്റ് കൃഷിക്കാർക്ക് എല്ലാവർക്കും അറിയും. ഈ മെനറ്റോഡ് എന്ന് പറയുന്ന ഒരു സാധനം, ഇത് 200 ലിറ്റർ വെള്ളത്തിന് 100 മില്ലി മാത്രം ഒഴിക്കണം. അതോടെ ഈ കൂടുതൽ വേര് ഉണ്ടാകാനായിട്ട്, ഈ ഫൈബ്രസ് റൂട്ട്സ് കൂടുതൽ ഉണ്ടാകാനായിട്ട് റെഫൽ അങ്ങനെ പറഞ്ഞ ഒരു പൗഡർ, വാം കോമ്പിനേഷൻ ആകുന്ന ഒരു പൗഡറുണ്ട്. അല്ലെങ്കിൽ എം കാർപ്പ്, കാർബൺ പ്ലസ് കൂമാസ് മിക്സ്ഡ് ആണ് ഒരു ലിക്വിഡ്. അതാണെങ്കിൽ 400 മില്ലി ഒഴിക്കണം. ഈ രണ്ടും ചേർത്ത് 200 ലിറ്റർക്ക് മിക്സ് ചെയ്തിട്ട് ചെടിക്ക് 10 ലിറ്റർ ഒഴിക്കുമ്പോൾ നമുക്ക് നെമറ്റോഡ്, വേർപുഴു, മീലിബഗ് മൂന്നും പക്ക കൺട്രോള്. അതോടെ പുതിയ വേരും കൂടെ 15 ദിവസം, മാക്സിമം 15 ദിവസത്തിൽ നമുക്ക് പുതിയ വേരും കൂടെ ഉണ്ടായിടും. ഈ ഫീൽഡ് ഒളിച്ചിട്ട് 20 ദിവസമായിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ വേരും കൂടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഒളിച്ച പിറ്റേ ദിവസം കൊണ്ട് ഫ്ലവറിങ് കൂടി. അതിൻ്റെ കാരണം ഈ കാർബൺ, ഇമ്മീഡിയറ്റായി കിട്ടുന്ന ഈ കാർബണും ഹ്യൂമാസിൻ്റെ റിസൾട്ട് നമുക്ക് ഫ്ലവറിങ് തുടങ്ങിയിട്ടുണ്ട്. അതോടെ കായ് സെറ്റിങ്ങും ഡ്രോപ്പിംഗ് ഇല്ലാതെ, നേരത്തെ ഒരു മഞ്ഞപ്പിഞ്ച് കൂടെ ഒരു ദിവസം മുമ്പ് ഞാൻ കണ്ടായിരുന്നു. ഇപ്പോൾ അത് ഫുൾ മാറിയിട്ടുണ്ട്. ഫുൾ സെറ്റിങ്സ്, പക്ക ഗ്രോത്തും സെറ്റിങ്സും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഫീൽഡ് ഇപ്പോൾ എറുമ്പടിക്കാണ് ഞാനിപ്പോൾ തുടങ്ങി. സോ அந்த மாதிரி പക്ക റിസൾട്ട് കൂടെ നമുക്ക് ഈ ഫീൽഡിലെ മെനറ്റോഡും എം കാർബും ചേർത്ത് ഒളിച്ചതിൻ്റെ റിസൾട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പ്ലാന്റ്സ്. അതോടെ ഇതുവരെ ഈ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് കൂടെ നമുക്ക് pH മാറാനായിട്ട് എല്ലാവരും സുണ്ണാമ്പ്, സൾഫർ അങ്ങനെ കലക്കി ഒളിക്കുന്നുണ്ട്. അത് വേണ്ട. അങ്ങനെ ഒളിക്കുമ്പോൾ നമുക്ക് ഈ ചുണ്ണാമ്പും സൾഫറും പെടുമ്പോൾ ഈ ചുണ്ണാമ്പ്, സുണ്ണാമ്പ് മാത്രം നമുക്ക് ഒളിക്കുമ്പോൾ പട്ടിന് അളുങ്കി നമുക്ക് മണ്ണിക്ക് അകത്തെ പോയിടും. അതിൻ്റെ pH വന്നിട്ട് മണ്ണിൻ്റെ ന്യൂട്രൽ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഏലത്തിൻ്റെ pH എങ്ങനെ ഇരുന്നാൽ നമുക്ക് നല്ല കാ പിടിക്കണമെങ്കിൽ 4.2 ടു നമുക്ക് 6.8 വരെ pH ഇരുന്നാലും நம்ம ഏലച്ചെടിയുടെ കാ സെറ്റിങ് പക്കവായിരിക്കും. വളം വലിക്കുന്ന കപ്പാസിറ്റി വേർക്കും കൂടെ കിട്ടും. അപ്പോൾ ഈ സമ്മർ കാലത്ത് 7, 7.5, 8 വരെ pH പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേരെല്ലാം ഉണക്കം പിടിച്ചു. സോ ഇപ്പോൾ മഴ കിട്ടിയത് കൊണ്ട് ഇപ്പോൾ നമുക്ക് കറക്റ്റ് നോക്കിയാൽ pH 6, 6.5 അങ്ങനെ കാണും. അതുവരെ നമുക്ക് കുഴപ്പമില്ല. 4.2 വരെ നമുക്ക് കുഴപ്പമില്ല. അതിന് അടുത്ത് മഴ കൂടുമ്പോൾ നമുക്ക് 4ന് താഴെ
pH 3.5 3 അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഫംഗസ് കൂടുതൽ ഫാം ആകും. മണ്ണിൻ്റെ അസിറ്റിക് കണ്ടന്റ് കൂടുതലാകുമ്പോൾ, പുളിപ്പുത്തന്മ കൂടുതലാകുമ്പോൾ ഈ ഫംഗസ് കയറി തട്ടമരിച്ചൽ, പൈറ്റോപ്തറ, ഈ പിത്തിയം എന്ന് പറയുന്ന ഈ ചകപ്പ് കിഴങ്ങ് തട്ടമറിച്ചൽ എല്ലാം ഉണ്ടാകും. അതുമാത്രമല്ല ഈ ഫിസേരിയം കൂടും. ഇങ്ങനെ ഈ പ്രശ്നം ചെടിക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡ്രോപ്പിംഗ് ആകും. നല്ല പട്ടാണി സൈസ് വന്ന കാ കൂടെ നമുക്ക് പൊളിയും. സോ അതുകൊണ്ട് നമുക്ക് pH മെയിൻറ്റെയിൻ ചെയ്യണം. ഈ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയെങ്കിൽ നമുക്ക് ചുണ്ണാമ്പ്, മഗ്നീഷ്യം, സൾഫർ അങ്ങനെ മൂന്നും കൂടിയ ഗ്രാനുവൽസ് ഉണ്ട്. ആ ഗ്രാനുവൽസ് നമുക്ക് ചെടിക്ക് ഒരു 1 kg വരെ അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അത് പതുക്കെ റിലീസാകും. അപ്പോൾ ഈ ജൂൺ 15, 20 മുമ്പ് നമ്മൾ അപ്ലൈ തീരണം. അങ്ങനെ തീരുമ്പോൾ നമുക്ക് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ കൂടുതൽ മഴ കിട്ടിയാലും കൂടെ നമുക്ക് pH കുറവ് വരത്തില്ല. മാക്സിമം 6, 6.5, 5.5 അതുപോലെ സ്റ്റേജിൽ നമ്മളുടെ ലോമി സോയിലിൻ്റെ അനുസരിച്ച്, നമ്മൾ മണ്ണിൻ്റെ ഓർഗാനിക് മാറ്റർ അനുസരിച്ച് നമുക്ക് മാറും. സോ அதுதான் பெஸ்ட்டு pH மெயின்டைன் செய்யான ஒரு சாதனம். அது அக்ரி ஃபஸ்ட்டு கம்பெனியில் நமக்கு கால்மஸ் என்ற பேரில் ஒரு சாதனம் விட்டுട്ടുണ്ട്. പിന്നെ എൻവിറോ ட்ரேடிங் கம்பெனியிலிருந்து, அவர் ஃபெர்டிலைசர் மேனுஃபேக்சரிங் கம்பெனி, അവരിടത്തിലിருந்து ഈ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മിക്സാன CMS എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഈ 2 കമ്പനി എടുത്ത ബെസ്റ്റായിരിക്കും. ഞാൻ ലാസ്റ്റ് ഇയർ ഇട്ട് നോക്കിയതിൻ്റെ റിസൾട്ടായി ഇപ്പോൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൂടെ ഈ നിലത്തിൽ ഞാൻ ഇടാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് അഴുകൽ വരത്തില്ല, തട്ടമരിച്ചൽ വരത്തില്ല, കാ പൊളിച്ചലോ മഞ്ഞപ്പിഞ്ചോ എതും വരത്തില്ല, ഫിസേരിയം കൂടെ വരാது. அந்த மாதிரி അടിപൊളി സെറ്റിങ്സ് നമുക്ക് ആകും. സോ ഇതിൽ ഞാൻ അടുത്ത ആഴ്ച തൊട്ട് ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ എല്ലാവരും ഈ CMS എന്ന് പറയുന്ന ആ സാധനം ചെടിക്ക് 1 കിലോ വെച്ച് ഇടണം. അതുപോലെ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി മണ്ണിൻ്റെ pH കറക്റ്റ് ആകുമ്പോൾ നമുക്ക് തൊന്തരവ് ഇല്ല, സൂപ്പറായിടും. ഓക്കെ, അപ്പോൾ ഈ മാസം നമുക്ക് ചെയ്യ വേണ്ടിയത് മെയിൻ, നിങ്ങൾ അടിക്കുന്ന മരുന്ന് കൂടെ ഈ ബോറർ ത്രിപ്സിക്ക് മരുന്ന് ഇപ്പോൾ ബെസ്റ്റ് മരുന്നെന്ന് പറയുവാണെങ്കിൽ അതുകൂടെ നോവ കമ്പനിയുടെ സൂപ്പർ മെത്തർ എന്ന് പറഞ്ഞ മരുന്ന്, അതുകൂടെ കാമ്പോ പാക്കിങ്ങിൽ പിനാക്കിൽ ഒരു സാധനം വരും. അപ്പോൾ രണ്ടും ചേർത്ത് ഒരു കുത്തിക്ക് 50 മില്ലി 50 ഗ്രാം, പിനാക്കിൽ 50 ഗ്രാം, സൂപ്പർ മെത്തർ 50 മില്ലി, അതുകൂടെ ഒരു ഫംഗിസൈഡ്, நல்ல ஒரு ஃபங்கசைடு பெஸ்ட் ஆണെങ്കിൽ டியூபகோனசல் ப்ளஸ் இண்டோஃபிலம் 45 இந்த மாதிரி ஒரு ஃபங்கிசைடு சேர்த்து സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്തിട്ട് ഈ നെമറ്റോഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതിൻ്റെ ശേഷം നമുക്ക് ഈ CMS അപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചെടി നല്ല ഹെൽത്ത് ആകും, പുതിയ വേർ ഉണ്ടാകും, മണ്ണിലെ ഇതുവരെ എടുക്കാതെ വളം ഫുള്ളാக അപ്ടേക്ക് ചെയ്യുന്ന കപ്പാസിറ്റി ചെടിക്ക് കിട്ടും. സോ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ചെടിയെ എല്ലാവരും കാക്കണം. ഓക്കെ, താങ്ക് യു ഗാർഡൻ പ്ലാന്റേഴ്സ്, താങ്ക് യു.